എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി എത്തിയ കേന്ദ്രമന്ത്രി എന്ന് അഭിസംബോധന ചെയ്ത ഗണേഷ് കുമാർ ഉപരാഷ്ട്രപതിക്ക് പെട്രോളിയം മന്ത്രി ഡീസലാകും സമ്മാനമായി നൽകുക എന്നാണ് പറഞ്ഞത്. സുരേഷ് കൊടുത്തപോലെ ചില സമ്മാനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ സമ്മാനങ്ങൾ അച്ഛൻ ചോദിക്കുന്ന എല്ലാ സമ്മാനവും ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇനിയും സമ്മാനങ്ങൾ കൊടുക്കും എന്നറിയിച്ചുകൊണ്ട് എന്താണ് സമ്മാനം കൊടുക്കുന്നവ പറഞ്ഞില്ല. സുരേഷ് എന്തോ ഒരു സമ്മാനം കൊടുത്തു എന്ന് പറഞ്ഞു. ബസ്സല്ല എന്ന് സുരേഷ് തന്നെ പറഞ്ഞു. വേറെ എന്തോ സമ്മാനമുണ്ട്. അത് പോകുന്നതിന് മുമ്പ് ചോദിച്ചു മനസ്സിലാക്കണം. എന്താണ് ഈ പെട്രോളിയം മന്ത്രി കോളേജിൽ കൊടുത്ത സമ്മാനം എന്താണ് എന്നാണ്. എനിക്ക് തോന്നുന്നു ബസ്സിൻ്റെ ഡീസൽ ഫ്രീ ആക്കി കൊടുത്തോ എന്നൊരു സംശയമുണ്ട്. പെട്രോളിയം മന്ത്രി എന്നല്ല, അദ്ദേഹം കോളേജിന് കൊടുക്കാൻ അതേ പറ്റുള്ളൂ. ഈ SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ കൊടുത്തു എന്ന് പറയുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത് ബസ്സും എയറോപ്ലെയിനും ഒന്നുമല്ല. എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. പെട്രോളും ഡീസലും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് ഗണേശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ കൊടുക്കും, പിന്നെ ഞാൻ പത്തനാപുരം എടുക്കും എന്നുകൂടി പറയേണ്ടി വരും. ഭാരതത്തിനും കേരളത്തിനും മുതൽക്കൂട്ടായ ഒരുപാട് മഹാന്മാർ പഠിച്ചിറങ്ങിയ, മഹതികൾ പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിന് എന്റെ ഒരു സ്നേഹോപഹാരം എന്ന് പറഞ്ഞ ആ കോലം മാത്രമാണ് ഞാൻ സമ്മാനിച്ചിട്ടുള്ളത്. അത് ഞാൻ വാങ്ങിക്കൊടുത്തതുമല്ല, എനിക്ക് കിട്ടിയതുമാണ്. ഇപ്പൊ 28 ലക്ഷത്തിന്റെ സമ്മാനമാണ് കൊടിക്കുന്നിൽ തന്നത്. പക്ഷെ അദ്ദേഹത്തിന് 1 കോടിക്കുള്ള സാധനങ്ങളും തരാൻ പറ്റും. എനിക്കിവിടെ ഒരു നയാ പൈസക്കുള്ള സാധനം തരാനൊക്കത്തില്ല. തൃശ്ശൂർ മാത്രമേ കൊടുക്കാനൊക്കൂ. അങ്ങനെയാണ് MP ഫണ്ടിന്റെ ഒരു സംവിധാനം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ 38 ലക്ഷം രൂപയുടെ ഒരു ബസ് ഇവിടെ വെച്ച് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തേനെ. ഇത് ഞാൻ ചെയ്തിരുന്നു. പിന്നെ പത്തനാപുരത്ത് അങ്ങനെ ഒരു ബിംബമില്ല എന്ന് ഒരു കാലത്തും ഗണേശന്, ഞാൻ ആ മന്ത്രി എന്നുള്ളത് വിട്ട് സംസാരിക്കുകയാണ്, ഗണേശന് ഒരിക്കലും പറയാനൊക്കത്തില്ല. ഇവിടെ ഇപ്പോഴും ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഞാൻ രാജ്യസഭ MP ആയിരിക്കുമ്പോൾ പത്തനാപുരത്ത് സ്ഥാപിച്ചത് ഇപ്പോഴും കൃത്യമായി എരിയുന്നുണ്ട്. എരിയുന്നില്ലെങ്കിൽ അത് ഇവിടുത്തുകാരുടെ കുഴപ്പമാണെന്ന് കൂടി ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട്, ഞങ്ങൾ തമ്മിൽ പറയുമ്പോഴെല്ലാം തമാശയാണ്. ഞങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടോ, പലർക്കും തെറ്റിദ്ധാരണ. ഞങ്ങൾ ആത്മസുഹൃത്തുക്കളാണ്, അത് വേറെ കാര്യം. വേണ്ടലയാ, അതിസ്നേഹം ബദ്ധവിരോധം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ അതിസ്നേഹമാകും, വെട്ടും കുത്തും. ആരെ കുത്തും? സുരേഷ് കൊടുത്തപോലെ ചില സമ്മാനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ സമ്മാനങ്ങൾ അച്ഛൻ ചോദിക്കുന്ന എല്ലാ സമ്മാനവും ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇനിയും സമ്മാനങ്ങൾ കൊടുക്കും എന്നറിയിച്ചുകൊണ്ട് എന്താണ് സമ്മാനം കൊടുക്കുന്നവ പറഞ്ഞില്ല. സുരേഷ് എന്തോ ഒരു സമ്മാനം കൊടുത്തു എന്ന് പറഞ്ഞു. ബസ്സല്ല എന്ന് സുരേഷ് തന്നെ പറഞ്ഞു. വേറെ എന്തോ സമ്മാനമുണ്ട്. അത് പോകുന്നതിന് മുമ്പ് ചോദിച്ചു മനസ്സിലാക്കണം. എന്താണ് ഈ പത്തനാപുരം കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേ. പെട്രോളിയം മന്ത്രി കോളേജിൽ കൊടുത്ത സമ്മാനം എന്താണ് എന്നാണ്. എനിക്ക് തോന്നുന്നു ബസ്സിന്റെ ഡീസൽ ഫ്രീ ആക്കി കൊടുത്തോ എന്നൊരു സംശയമുണ്ട്. പെട്രോളിയം മന്ത്രി എന്നല്ല, അദ്ദേഹം കോളേജിന് കൊടുക്കാൻ അതേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ണ്ട്. ഗണേശൻ മറന്നതല്ല. ഈ എല്ലാ കാര്യവും തമാശ രൂപേണ പറയുന്നത് പോലെ ഇതും ഒരു തമാശ പോലെ അങ്ങ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. നിനക്കെന്താ ചീങ്ങുന്നുണ്ടോ? എല്ലാവിധ നന്മകളും തരുന്നു. സുരേഷും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വരികയാണ്. സുരേഷിനോട് നന്ദി പറയുന്നു. ഞാൻ ഈ സ്കൂളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ഇങ്ങനൊരു വേദിയും എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിലും ബഹുമാന്യനായ ശ്രീ KV ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ആദ്യമായിട്ടല്ല പത്തനാപുരത്ത് വരുന്നത്. അദ്ദേഹം ആദ്യം ഇലക്ഷന് നിന്ന സമയത്ത് ഏതാണ്ട് 4-5 വേദികളിൽ അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത് സ്നേഹപുരസരം ഓർക്കം. നട്ടുച്ചയ്ക്ക് റോഡ് സൈഡില് തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടോനെ. ഞാൻ വന്ന വേദിയിൽ നട്ടുച്ചയ്ക്ക് റോഡ് സൈഡില് ഉമ്മൻചാണ്ടി സാറും വന്ന അതേ വേദിയിൽ വന്ന് അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ കൊടുത്തു എന്ന് പറയുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത് ബസ്സും എയറോപ്ലെയിനും ഒന്നുമല്ല. പെട്രോളും ഡീസലും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് ഗണേശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ കൊടുക്കും,
പിന്നെ ഞാൻ പത്തനാപുരം എടുക്കും എന്നുകൂടി പറയേണ്ടി വരും. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. തന്നല്ലോ, തന്നു, കിട്ടിയല്ലോ, കിട്ടി, ഓക്കെ. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. രണ്ടാമത്തെ തവണ നിൽക്കുമ്പോഴും ഞാൻ വന്ന് ഗണേശനുമായിട്ട് ഗണേശന്റെ സ്ഥിരാണല്ലേ, അങ്ങനെയൊന്നുമില്ല, ടൈം പാസ്. ഓഫീസ് ഉൾക്കൊണ്ടിരുന്ന ഒരു വീട്ടിൽ നിന്ന്, അത് ഏതാണ്ട് നട്ടുച്ച സമയത്താണ്, ഒരു ഓപ്പൺ ജീപ്പിൽ കയറി നിന്ന് റോഡ് ഷോയ്ക്ക് പോയതും ഞാൻ നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. ഓർമ്മശക്തി കുറയും, പ്രായമായവരെയല്ലേ. വലിയ ചന്ദനാദി എണ്ണ ബെസ്റ്റാ. ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷവും കിട്ടും. എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങുവാ.